എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇത്തിരി തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലത്തെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേ അടുക്കളയിലേക്ക് പോണ്ടേ, കടയിലേക്ക്. അതിനാണ് നമ്മുടെ കോളിഫ്ലവർ കറി വയ്ക്കാട്ടാ. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഞാൻ ഇതിലിട്ട് മൂപ്പിച്ച് കുറച്ച് ഇടിച്ച മുളക് പൊടി ഇട്ട് 2 പച്ചമുളക് എടുത്തു. അങ്ങനെ അവിടുന്ന് നാടൻ മുളക് ഇരിക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അമ്മയിൽ. അതെടുത്തു. അപ്പോൾ കാലത്ത് തന്നെ നല്ല തിരക്കാ വീഡിയോസോട് എടുക്കാണെന്ന് വിചാരിച്ച. കാപ്പി വെച്ചപ്പോഴേ പെട്ടെന്ന് എന്താണോ പോകുന്നത്, ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ട്. പക്ഷെ വിട്ട് കഴിഞ്ഞപ്പോഴാലോചിച്ച അയ്യോ കാപ്പിപ്പൊടിയല്ലേ എന്ന്. അതുകൊണ്ട് വീണ്ടും കാപ്പിപ്പൊടി ഇട്ട്. അപ്പോൾ ഒരു ജീരക കാപ്പി ഇന്നത്തെ കാപ്പി. ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുത്ത് വെച്ചതാട്ടാ. തിളപ്പിച്ചൊക്കെ വെന്തിട്ടൊന്നുമില്ല, ചൂടുവെള്ളത്തിൽ വെറുതെ മുഴുവനോടെ ഇട്ടു. അത് ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചെടുക്കാം. ചിലപ്പോഴേ ഒരു മടീൻ്റെ ആവാറുണ്ട് എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചോറൊക്കെ ഞാൻ വീണ്ടും തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. ബാക്കി എൻ്റെ മോള് എണീറ്റ് വന്ന് അവള് ചെയ്യും. 2 മുട്ട പുഴുങ്ങി വെച്ചതാട്ടെ ഞാനത്. അപ്പം അതൊന്ന് ചെറുതാക്കി എനിക്ക് അരിഞ്ഞിടാം. മുട്ട ശരിക്കാൻ എന്ത് വരുന്നുള്ളൂ. കുക്കറിലിട്ട് അടിച്ചാലാട്ടോ ഏറ്റവും നന്നായിട്ട് മുട്ട വേവാനായിട്ടൊരിത്. പിന്നെ ഇപ്പം ഇത്തിരി വെന്തില്ലെങ്കിലും കുഴപ്പമില്ലേ, അതിലേക്ക് ഇടാണ്ട് ഇതായിക്കോളും. പൊരിച്ചിട്ട് അതിലിട്ട് ഇളക്കിയാലും മതി. ഞാൻ പിന്നെ ഇങ്ങനെ വേവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മുട്ടത്തിരി അധികം ഇട്ടാൽ നല്ലതാട്ടോ. മുട്ട ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്ത കാരണം അത് ഇഷ്ടക്കേടല്ല, വയറിന് അത്ര ഇതല്ല. അത് കാരണം ഞാൻ ഇത്തിരി കുറച്ചിട്ടാ ക്ലീനായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. കൂട്ടാൻ എങ്ങനെ അല്ലാതായോ നാവും വെച്ച് നോക്കിയാ? ഇന്നലെ രാത്രി വെച്ചതാണ് നമ്മളെ. അപ്പോൾ അതിൽ ബാക്കി നമ്മൾ എന്നും അങ്ങനെ ഇനിയാട്ടോ നമ്മൾ ചെയ്യുക. ചാറിന് ആവശ്യമുള്ളത് രാത്രിയിലേക്ക് എടുത്ത് കുറച്ച് മാറ്റി വയ്ക്കും. രാവിലെ തന്നെ എല്ലാം വെച്ചെടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുട്ടക്കറിയാണ്, അതിൽ മുട്ടയിട്ടിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ അളവൊന്നും ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇത് അച്ഛൻ്റെ മുറിവിലിതേ ഇവിടെ മുറിവ് പറ്റി കണ്ട അച്ഛൻ്റെ കാലുമേ. അതിൽ മരുന്നിട്ട് കൊടുക്കാം മോള്. കരിങ്കല്ല് എന്നിട്ടുണ്ടായി ചേട്ടാ. കരിങ്കല്ലിലാണ് പണി. അത് ഈ മഴ കൊണ്ടേ ഭയങ്കര മൂർച്ചയല്ല ചേട്ടാ കരിങ്കല്ലിന്. പിന്നെ ചെളിന്ന് എവിടെ ചേട്ടന് പണി? ആനക്കല്ല് കുളം കെട്ടല അല്ലേ? ആ കുളം കെട്ടല. അപ്പോഴേ അത് പണി മുടക്കൊന്നും എടുത്തില്ല ചേട്ടാ. ആൾ ഇന്നലെ പോകാൻ പറ്റില്ല. മിനിഞ്ഞാന്നാണ് സംഭവിച്ചത്. പക്ഷെ ഇന്നലെ പോകാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചേ. പക്ഷെ അച്ഛൻ പോയി. ഇത്തിരി തിരക്കാണല്ലേ ചേട്ടാ. വെള്ളം കയറുമില്ല, അടിച്ചു പറ്റിച്ച്. അച്ഛൻ ഈ കാശെന്നും അച്ഛൻ തരും. ഇത് ഞാൻ നിങ്ങളോട് ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പറയാൻ പോണത്. അപ്പൊ ഇത് തരുന്ന സമയത്ത് ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാ. അച്ഛൻ പണി കഴിഞ്ഞു വന്നാൽ അത് എൻ്റെ തരിക എന്നുള്ളത്. അത് അല്ലാതും തരില്ല ചേട്ടാ. ആളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് തരും. അപ്പൊ അത് സന്തോഷത്തോടു കൂടി ഞാൻ വാങ്ങിക്കും. അതെന്തായാലും ചോദിക്കൊന്നുമില്ല. അത് കിട്ടുന്നത് വാങ്ങിക്കും, അരിക്കും, അത് കൊണ്ടയ്ക്കും. അപ്പോൾ പണ്ട് അച്ഛൻ പറയണ ഒരു കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്, 100 രൂപ എൻ്റെ ജയലയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ കിട്ടില്ല. അത് മുറിക്കൂല ആള്. ഇത് 10 രൂപ എടുക്കൂല. 10 രൂപ ആവശ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാൾ എടുക്കൂലെന്ന്. അത് വേറെ എന്തെങ്കിലും ചെയ്താലെങ്കിൽ ആ 10 രൂപ ആവശ്യം മാറ്റി വെക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അച്ഛന് അങ്ങനെയുള്ള ഒരു റിസ്ക് ഒന്നും ചേട്ടന് വന്നിട്ടില്ല അല്ലെ? പൈസയുടെ ഇതൊന്നും വന്നിട്ടില്ല. അത് ഞാൻ ആളെടുക്കും, എടുത്തു കഴിഞ്ഞിട്ട് തരും. ആളുടെ ആവശ്യമല്ല, പിന്നീട് ആവശ്യങ്ങളുണ്ടല്ലോ. അതിലായാലും ആളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇത്ര കാശ് ആവശ്യമുണ്ട്, ഇന്നത് ആവശ്യമുണ്ട്. അപ്പോൾ അതിപ്പോൾ എവിടുന്നാ, അപ്പോൾ ഇന്നത് ചെയ്തിട്ട് എടുക്കാൻ ചേട്ടാ നമുക്ക്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു മൂല്യമായിട്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യം കുറിവെക്കില്ല അല്ലേ ചേട്ടാ? കുറിവെക്കല്. കുറികള് ഒക്കെ വയ്ക്കുക. അച്ഛൻ്റെ പേരിലാണ് കേട്ടോ എല്ലാ കുറികളും ഞാൻ ചെയ്യാറ്. ഒന്നും എൻ്റെ പേരിൽ ഞാൻ ചെയ്യാറില്ല.
ഒക്കെ അച്ഛന്റെ പേരില്ല. നിറക്ക് വീടാ. ഈ അടുത്ത കാലത്താണ് നമ്മളിപ്പോ ഞാൻ ചേട്ടന്റെ പേരിൽ വെച്ച് ഞാൻ തോറ്റു, ഇനി എന്റെ പേരിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരു മുക്കാഭാഗത്തിയപ്പോ 2-3 വീടുണ്ടല്ലോ ചേട്ടാ. ആദ്യത്തിലൊന്നും വരില്ല ചേട്ടാ. നമ്മൾക്ക് പിന്നെ എന്റെ കടയിൽ തന്നെ തീശു പറയുമ്പോൾ ലോട്ടറി എടുത്തിട്ട് ആളെന്തെല്ലാം പറയണേ, കിട്ടൊന്നുമില്ല, പണിയെടുക്കാന്നുള്ളത് നമ്മുടെ യോഗം, എന്നാലും കിട്ടൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഇത് നിറക്കൽ കിട്ടൊന്നുമില്ല. അപ്പൊ ഞാനും പറയാ അച്ഛനോട്, പണിയെടുക്കാന്നുള്ളതാണ്, പണിയെടുക്കാൻ പറ്റണത് തന്നെ വലിയ കാര്യമില്ല. അത് നമ്മള് വെറുതെ തമാശയില് പറയുന്നതാട്ടാ. നമുക്ക് കാലിനും കയ്യിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ടിരുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനും അച്ഛനും കൂടെ നിൽക്കുന്നത്. നമ്മൾ പണിയെടുത്തിട്ട് ഈ അച്ഛന്റെ അധ്വാനത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്നിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാശുകൾ ഞാൻ ഇപ്പൊ കുറികളൊക്കെ ഒത്തിരി കുറവാണ് നമുക്ക്. അപ്പൊ ഞാൻ മോളിവിടെ വന്നു നിന്നതിന് ശേഷം ഞാനിത് അച്ഛൻ കൊണ്ടുവന്നത് തന്നെ കാശ് അച്ഛന് പോലും അറിയില്ല എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. കുറികളൊന്നും വെക്കില്ല ജയ. പിന്നെ കാശ് എന്താണ് ചെയ്യുന്നത് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ചേട്ടാ. ഈ ചോദിച്ചിട്ടില്ല എന്നിട്ട് ചെയ്യുന്നത് അച്ഛൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാനത് ഒരു അച്ഛനും കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഞാനത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അപ്പൊ അത് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് കൂടി ഒരുമിച്ചിരുന്ന് ഞാനത് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ അച്ഛൻ വന്നതിന് ശേഷമാണ് അത് എടുക്കുള്ളൂ. അപ്പൊ അത് കുറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് പെരമണി അല്ലേ. അപ്പൊ നമ്മൾ പറ്റാവുന്നതിന്റെ ഒരു ഇതൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഒന്നും കൂടിയും ഇനിയും പറ്റാത്ത കാര്യങ്ങൾ ഇത്തിരി കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ ചേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ഛനോട് പറയും ഇത്തിരി കൂടി ഹെൽപ്പൊക്കെ ചെയ്യണം, നമുക്ക് മോളുടെ വീട് ഒന്ന് പൂർത്തീകരിക്കാന്നുള്ളത് അച്ഛനമ്മ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാട്ടോ. അതിന്റെ പിന്നിൽ വേറെ ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. ഞാൻ ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അവരുടെ കാര്യമൊക്കെ അവരാണ് പറയേണ്ടത്. അപ്പോൾ അത് പൂർത്തീകരിക്കാന്നുള്ളത് നമ്മളെ കൊണ്ട് സഹായിക്കുന്നത് എന്താ, അണ്ണാൻ കുഞ്ഞും തന്നാലായത് അങ്ങനൊരു ഇതില്ലേ, അതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ. അതെനിക്ക് എനിക്കും അറിയില്ല എന്തോരം ഉണ്ടായില്ല ഞാൻ ആക്കി വെച്ചതൊക്കെയെന്ന്. അപ്പൊ അത് നിങ്ങൾക്കൊരു നല്ല എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അവർക്കൊന്നും അറിയാത്ത കാര്യമാണ് അത്. അപ്പൊ ഞാനത് ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടയിലേക്കൊക്കെ പോയി വന്നിട്ട് അതിന് ശേഷം കേട്ടാ. അതിന് വേറൊരാളുടെയും കൂടി ഒരു കഴിവുണ്ട്, അത് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ നമുക്കിനി കടയിൽ വെച്ച് കാണാട്ടെ കേട്ടാ. കടയിൽ വെച്ചിട്ടുള്ള അച്ഛൻ പണിക്ക് പോവാ. അപ്പൊ അവരോട് ഹായ് പറഞ്ഞിട്ട് ഇനി വൈകുന്നേരം കാണാട്ടാ. അപ്പേ നമ്മുടെ കടയിലത്തെ തിക്കും തിരക്കുള്ള അടുക്കളയിലേക്ക് എത്തിയിട്ടാ. ശരിക്ക് കേൾക്കൊന്നുമില്ല, എന്നാലും ഞാൻ പറയട്ടെ. നമ്മള് സൗണ്ട് കൊടുക്കലല്ലോ. മോളുമൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൗണ്ട് കൊടുക്കുക. അവർക്ക് പിന്നെ സൗണ്ടിൻ്റെയും മറ്റു ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒപ്പം തന്നെ ചെയ്യുന്നത് കൊണ്ട് പല ഡിസ്റ്റർബൻസും അതിൽ കയറി വരും. ഇതൊക്കെ അതിൽ തന്നെ അങ്ങനെ നിൽക്കും. പിന്നെ മൈക്ക് വെപ്പും നമ്മൾ കുറവല്ലേ. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ വീഡിയോയ്ക്ക് കുറച്ചിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ മോള് പറയും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാമാന്ന് പറയും, വണ്ടിയുടെ സൗണ്ടും ഇവിടുത്തെ സൗണ്ടും ഒക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഞാൻ അരിയൊക്കെ ഇടാനായിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ബില്ലെടുത്തിട്ടുണ്ട്. ബില്ലിൻ്റെ അവിടേക്കൊന്ന് പോട്ടെ, ഇത് വന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ. നന്നായി വയർത്ത് കുളിച്ചിട്ട് നിൽക്കിട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുദിച്ചാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. മഴയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു വെയിലുദിച്ചാൽ ഭയങ്കര ചൂടാണ്. അത് എൻ്റെ ശരീരത്തിൻ്റെ ആണോ ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര ഒലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോളിഫ്ലവർ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അത് ഇത്തിരി വ്യത്യസ്തമായി വേറെ ഒരു മസാലക്കറി പോലെയാണ് വെക്കുന്നുള്ളൂ. ഞാൻ കോളിഫ്ലവർ നന്നായി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അതൊക്കെ നിങ്ങൾക്ക് കാലത്ത് തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ. റൈസ് കുക്കറിൽ നിന്നെടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ചതാട്ടോ, ഒന്ന് വേഗം വേവാനി. നമുക്കെല്ലാവരും വേഗമാണ് ആയല്ല. അതെനിക്കിതേ ഞാൻ എല്ലാ സാധന സാമഗ്രികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, സവാളയല്ല. പിന്നെ വേപ്പിൻ്റെ അരി, ഇഞ്ചി, പച്ചമുളക്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേ മസാലകൾ, ഈ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, നമുക്ക് നമ്മുടെ തക്കാളി നീര് ചേർക്കാം. വേഗം ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊണ്ടാട്ടം മുളക് വീട്ടിൽ നിന്ന് കുറഞ്ഞതുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം. ഇവിടെ കുറച്ചധികം വറുക്കണേ.
എൻ്റെ ഉണ്ണിമോളത് ഈ ഇതൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഈ ഞെട്ടി അത് ഭർത്താവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരുവില്ലല്ലോ കരിന്ന് തിന്നാനായിട്ടേ. ഇതിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട കുട്ടികൾക്ക്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ഉണക്കിയിട്ട്. ഇവർക്കത് 5 എണ്ണൊക്കെ ഓരോരുത്തർ തിന്നും. ഭാര്യ എടുക്കുക. നമ്മുടെ തക്കാളി നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത്. അപ്പോൾ ഇതിൽ ഇന്നലത്തെ കുറച്ചുണ്ട്, അതും കൂടി അതിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അച്ചാറുണ്ടാക്കാനുള്ള നേരം ഇല്ലെന്ന്. കുറച്ച് പണിക്കാർ ലീവൊക്കെ ഉണ്ട്. 10 ദിവസം 20 ദിവസമൊക്കെ കൂടുമ്പോൾ ഓരോരുത്തർ ലീവ് എടുക്കും. ഇവിടെ നിൽക്കണ ആൾക്കാർ, ഇവിടെ ചിന്നപ്പഞ്ചേട്ടനൊക്കെ ഇല്ലേ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുള്ളത്, ആളൊക്കെ ലീവാണ്. ഒരു ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ. അന്നേരം പോയി ഇനി നാളെ കാലത്താകുമ്പോഴേക്കും ആളെത്തും. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഉപ്പ് നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഉപ്പ് മതിയാവുമെന്ന് വിചാരിക്കാം, പിന്നെ നോക്കിയിട്ടിടാം. ഇപ്പം നല്ല എരിവൊക്കെ വേണം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര എരിവൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഇവിടെ നല്ല എരിവൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. ചെറിയതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കുക നന്നായി. കുറച്ച് നേരം കത്തിക്കരുത്, എന്നാലാണ് ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കണ്ട. ഇപ്പോഴേ ഉപ്പേരി ആണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണെന്ന് വിചാരിച്ചാൽ നല്ല എരിവുണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നത്. നല്ല ചുമന്ന മിളകാത്. അപ്പോൾ ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മതി. ഞാനിത്തിരി ഒരു കുഴമ്പനാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു തുണ്ട് തിളച്ച വെള്ളം ഉണ്ടാകും. ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം. അത് ലേശയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴമ്പനാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പേരി ദൈവ റെഡി ആയിട്ടാണ്. ഉപ്പേരിയല്ല, മസാലക്കറി. ഇത്തിരി ഒരു ഡ്രൈ ആവാണ്ട് ഇത്തിരി ഒന്നൊരു ആ വെള്ളം ചേർത്തപ്പോൾ കണ്ട ഇങ്ങനെ കണ്ടമാനം ചാറൊന്നുമില്ല, എന്നാലും ഒരു ഒരു ഇതായി കിട്ടി. അപ്പോൾ അങ്ങനെ കഞ്ഞീൻ്റെ പരിപാടിക്കൊക്കെ കഴിഞ്ഞ് കുറേ പണി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പരങ്ങി കഴിഞ്ഞ് മീൻ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഒരു മീൻ വറുത്ത് എൻ്റെ മോന് ചോറ് കൊടുത്തു ഭാഗ്യന്. അപ്പോൾ ഭാഗ്യൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അത് വീഡിയോ ഒന്നും വെക്കാൻ എനിക്ക് സമയം ഉണ്ടായില്ല. അല്ല തിരക്കാടവും അതൊക്കെ വെച്ച് വരുമ്പോഴേക്കും ആളുടെ വഴിക്ക് പോകും. അപ്പോൾ ഞാനതൊന്നും ചെയ്തില്ല. അപ്പോൾ ആൾ പോയി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് മീൻ കറിയാണെന്ന് വെക്കിന്. മീൻ കറി പപ്പടം വറുത്തത് ഒന്ന് ഉച്ചക്കലത്തെ അതങ്ങനെ അങ്ങോട്ട് കഴിയും. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കറിയാം, എന്നാലും ഞാനൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതേ മീനിൽ ഞാൻ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അല്ലാണ്ട് ഇതാക്കിയിട്ടാണ്. നല്ല എരിവുണ്ട്. അത് നല്ല കളറാണ്, എരിവിനെക്കാട്ടിലും കൂടുതൽ കളറാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യത്തിൽ കുറച്ചാണ് ഇടുന്നത്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മാങ്ങ, പിന്നെ 2 കുടപ്പുളി. കാരണം എന്താ വെച്ചാൽ മാങ്ങയ്ക്ക് ഇപ്പം അങ്ങോട്ട് നല്ലൊരു പുളിപ്പില്ല. അപ്പോൾ പുളി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മീൻ കറിയല്ലേ. അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് തിരുമ്പണം. അയിലാണ് കേട്ടോ, അയില ഉണ്ടാവും. നേരത്തെ തന്നെ പേടിയിലിട്ടിട്ടേ കുറഞ്ഞോന്നൊരു സംശയം. കുറഞ്ഞാലും അത് അങ്ങോട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അരച്ച തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കാം, പാലല്ല കേട്ടോ, അരച്ച തേങ്ങ. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല ചോപ്പയും മഞ്ഞൊക്കെ ആയിട്ട് മാറും. അപ്പോൾ മീൻ കൂട്ടാൻ ഇങ്ങനെ കുടുണ്ടാ തിളച്ചു കണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി മൂപ്പിച്ച് കാച്ചി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കറികളുടെ ലാസ്റ്റായ പപ്പടത്തിലേക്ക് എത്തി നമ്മൾ. വെളിച്ചെണ്ണ കുറച്ചും കൂടെ ചൂടാവാണ്ട്. അപ്പോൾ ഇട്ട വശങ്ങൾ എടുക്കാം. അതേ കുറച്ച് നേരം കാത്തിക്കണം. അപ്പം നമ്മുടെ പപ്പടം കാച്ചൽ അങ്ങനെ കഴിയാറായിട്ടാണ്. 20 രൂപയുടെ ഒരു പാക്കറ്റ് പപ്പടമാണ് ഞാൻ എന്നും കാച്ചുക. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. നറുനീണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കിടാവേ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാച്ചി കൊടുത്താൽ അടുപ്പിൻ്റെ കടയ്ക്കുന്നു നീങ്ങും. നറുനീണ്ടിയുടെ ഇതൊക്കെ നന്നായി ഇതേ മെൽറ്റായി നല്ല കളറായി തുടങ്ങി. നല്ല കളറാവണം കേട്ടോ, എന്നാലാണ് ആ നറുനീണ്ടിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. ചെറുനാരങ്ങ നീരും ഐസ് വാട്ടറൊക്കെ ഒഴിക്കുമ്പോഴേ
ഒരു നല്ലൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളറിലേക്ക് വരണം നറുനീണ്ടി സർബത്ത്. അപ്പോൾ അത് വരണമെങ്കിൽ നമുക്ക് ഇതിലേ ചൂടുവെള്ളം ഒഴിക്കുക വേണ്ട, അല്ല പച്ചവെള്ളം ഒഴിക്കുക വേണ്ട. പക്ഷെ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ടിട്ടേ ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര അപകടം പിടിച്ചത്. അമ്മ നീങ്ങുന്ന ഒഴിക്കും, പക്ഷെ നിങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും കാറ്റുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട്. മെൽറ്റായ പഞ്ചസാരയിലോ അല്ലെങ്കിൽ ശർക്കരയിലോ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനല്ല വേറെ എന്തിനായാലും ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീങ്ങി നിന്ന് ഒഴിക്കണം. അല്ലെങ്കിൽ മുഖം ഒക്കെ പുള്ളി കഴിഞ്ഞാലേ അത്ര ഇതിൽ പറ്റി പിടിക്കും ഈ സാധനം. നല്ല കളറിൽ വന്നുകൊണ്ടാ. ഇനി ഞാൻ ഓഫാക്കട്ടെ കേട്ടോ. ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ അത് ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടായി ഇങ്ങനെ കുന്തി വരൂട്ടത് കേട്ടോ, പതഞ്ഞിങ്ങനെ വരികയില്ല ഓഫാക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതങ്ങനെ തന്നെ അതിൽ അങ്ങനെ കിടക്കും. അപ്പം ഞാൻ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിക്കില്ല കേട്ടോ, കുറച്ചൊന്ന് ചൂടാറിയുന്നു. അപ്പം ഞാൻ ഒരു ചൂട് കുറച്ച് നേരമായി, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആക്കി. എന്നിട്ടും കണ്ട അത്രേ ഇതില വരുന്നു. ഇനി നമ്മുടെ നിറനീണ്ടി ഞാൻ ചതച്ചെടുത്തത് എനിക്കിട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ നിറനീണ്ടി ഉണ്ടാക്കുന്നത്. ഇനി ഇത് അരിച്ചെടുക്കും നല്ലോണം തിളപ്പിച്ചിട്ട്. തിളപ്പിക്കുമ്പോൾ ഇതിലത്തെ മണം ഇതിൻ്റെ സത്ത് ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങി നല്ലതാവും. ഇതിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാര നീരൊഴിച്ച്, അധികം പഞ്ചസാര നീര് വേണ്ട, ഇതിൻ്റെ മധുരം അനുസരിച്ച് മധുരം കുറവാണെങ്കിൽ മാത്രം. ഇതിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് ജാറിലൊഴിച്ച് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വേറൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കും. അപ്പോൾ അതിൽ ലൈറ്റ് കളറിൽ വരും. പിന്നെ നമ്മൾ സർബത്തിൽ സർബത്താണെങ്കിൽ സോഡ ഒഴിച്ച് നിറനീണ്ടി ചേർത്ത് ചെറുനാരങ്ങ നീര് ചേർത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ലായനിയും ചേർത്ത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇതെന്ന് പറയുന്നത് ശുദ്ധമായ നിറനീണ്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല മണാട്ടോ അത്. എന്തൊരു മണമാണ്, പ്രത്യേക മണമാണ്. വീണ്ടും നമ്മുടെ കാലത്ത് പോയ അടുക്കളയ്ക്ക് എൻ്റെ വീണ്ടും തിരിച്ചെത്തിയിട്ടാ. ഇവിടെ എന്നിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഒരു കടച്ചക്ക കൊണ്ടുണ്ട്. കടച്ചക്കയുടെ സീസണാണ് ഇപ്പോൾ. കടച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടച്ചക്ക പൊട്ടിച്ച വശം കഴുകണം എന്നാണ് ഇതൊക്കെ മോൻ പറഞ്ഞു തന്നിട്ടും ഉള്ള അറിവാട്ട് എനിക്ക്. പൊട്ടിച്ച വശം ഇങ്ങനെ കഴുകി കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പച്ച കളഞ്ഞില്ലെങ്കിൽ ഇതേപോലെ കറക്കും. കേടായതൊന്നുമല്ല കേട്ടോ, നല്ല ഫ്രഷാണ്. പക്ഷെ അത് പൊട്ടിച്ചിട്ട് ഒരു കഴുകിയിട്ടായിരുന്നില്ല, അപ്പോൾ അതിങ്ങനെ കറുത്ത കളർ വന്നതാണ്. അപ്പോൾ ഞാനത് ഈ കറുപ്പൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ എടുക്കില്ല. നമുക്കറിയാം ഇത് അത്ര ഫ്രഷുള്ള നല്ല ഇതാണെന്നുള്ളത്. പക്ഷെ അവർ വിചാരിക്കും കറുപ്പ് എന്താണാവുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ട് പോകും. അപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നു. അപ്പോൾ അതൊന്ന് വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനൊരു ഇതിൽ കണ്ടു, വറുത്തിട്ട് ഇങ്ങനെ നല്ല ചില്ല് പോലെ വറുത്തിട്ട് അതിൽ ഉപ്പും മുളകും വേപ്പിൻ്റെ ഇലയും ഒക്കെ തിരുമ്മിയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു എന്തോ നല്ല ഇഷ്ടം തോന്നി. എനിക്ക് വറവ് സാധനങ്ങളോട് ഇത്തിരി ഇഷ്ടം കുറവാണ്, എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാവും എനിക്ക് തോന്നി. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ. ഇതുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറ്റി ഞാൻ വെക്കട്ടെ. പശീൻ്റെ അവയും അതാ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം എൻ്റെ മോള് തേത്തിയിട്ടാ കടയിൽ നിന്ന് മോള് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഓക്കെ മുറുക്കി പിടിച്ചോളൂ കേട്ടോ. അത് വെളിച്ചെണ്ണയാണ്, ശ്രദ്ധിച്ച് അരിഞ്ഞോളോ. അല്ലെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിൽ ഇട്ടാലും കുഴപ്പമില്ല, അരിഞ്ഞിട്ടാൽ മതി. അരിഞ്ഞിട്ട് ഇതിൽക്കിട്ടാൽ മതി. അല്ലെങ്കിൽ മോനത് എരിയുമ്പോൾ എനിക്ക് പേടിയാണ്. ഓരോ കഷ്ണം മതിയിട്ടാ, അല്ലെങ്കിൽ അധികം തിക്കിലിടണ്ട. കുറച്ച് ഉപ്പ് എടുത്തിട്ടേ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കാം. ഉപ്പുവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുള്ളോ. അപ്പോൾ പകുതി ആവുമ്പോൾ വെളുത്തുള്ളി പച്ചമുളക് അതിൽക്കിട്ട് കൊടുക്കാം. ചൂരും ഗുണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് മുരിഞ്ഞ് വരും. അപ്പം അതിൽ ആ വെളുത്തുള്ളി മുളക് ഇതിടും. അല്ല വെളുത്തുള്ളിയും മുളക് ഇട്ടില്ലേ, പിന്നെ വറ്റൽ മുളകും വേപ്പല്ലിടും. അപ്പം അത് മുരിഞ്ഞ് വരുമ്പോൾ ഇത്തിരി ഉപ്പ് വെള്ളം കൊണ്ട് പാറ്റി കൊടുക്കാം. ഒരു പണിയില്ല കേട്ടാ, സുഖ. നമുക്ക് ചക്ക വറക്കണമെങ്കിലൊക്കെ എത്ര സമയം പണിയെടുക്കണം. മുളഞ്ഞീനും കയ്യും കാലും കുരുകളയിലും അയ്യോ ഭയങ്കര പണിയാണ്.
പക്ഷെ അത് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇനി മുളക് പൊടി ഒന്നും ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു ചെറിയ എരിവ് ഉണ്ടാവും. എരിവില്ല ഞാൻ മുളക് ഓരോന്നെടുത്ത് കടിച്ചാൽ മതി, നല്ല എരിവാ. അപ്പം മോളും ഇതേ അങ്ങനെ വറുത്തൊരു പ്ലേറ്റ് കോരിയുണ്ട് കേട്ടാ. അത്യാവശ്യം ഒരെണ്ണം വറുത്താൽ കുറച്ച് ഉണ്ടല്ലേ മുളക് കഴിക്കാൻ. എങ്ങനെയുണ്ട്? ആള് ഒല്ലൂര് വറക്കാറുണ്ടെന്ന്. ഞാൻ വറക്കാറുണ്ട്. ഒരു കടച്ചട്ടി ഉണ്ടാവുമ്പോ പകുതി മതിയാവേ, ബാക്കി പകുതി വറക്കും. പകുതിയെ വേണ്ട ഒരു കുപ്പിയിരിക്കും, അപ്പോൾ പകുതി വറക്കും. പക്ഷേ ഞാൻ വറക്കാറില്ല കേട്ടാ, ഞാൻ വറുത്തിട്ടില്ല. ഞാനപ്പോൾ മോള് പറഞ്ഞപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അച്ഛന് വലിയ ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ടേസ്റ്റും അല്ല, ചക്കര ടേസ്റ്റും അല്ല, ചക്കര ടേസ്റ്റ്. ഒരു 1/2 കിലോ ഓയിൽ മേടിക്കുക, ഇതേപോലെ അങ്ങോട്ട് കാണിക്കുക, വറക്കുക, തിന്നുക. ചായക്ക് തീ കത്തിച്ചിട്ടില്ലേ മോനെ? എരിവുണ്ട്. പച്ചമുളകിൻ്റെ ഒരു നന്നായിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ഇരിക്കില്ല. ചായക്ക് ഈ വക സാധനങ്ങളൊന്നും കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ. അപ്പോൾ ആ ബ്രെഡ് മുട്ടയിട്ടിട്ട് വെറുതെ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചു കഴിഞ്ഞാൽ വലിയ വിശപ്പ് മാറിയിട്ടല്ല, കണ്ടമാനുള്ള വിശപ്പൊന്നും മാറില്ലേ, എന്നാലും ചെറുതായിട്ട് വിശപ്പ് കൊണ്ടിത്തിരി മാറും. ഇത് കരിപ്പിട, ഒരു തരി മിളക്, പച്ചമുളക് ഇട്ടാലും മതി. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുളകും പൊടി ഇടുന്നു കേട്ടോ. ബ്രെഡ് ഇടാം, ഇളക്കാം. അപ്പം അങ്ങനെ ബ്രെഡ് മുട്ടിച്ചിരി, ചായ റെഡി. കുട്ടിക്കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണതാട്ടത്. ഇതാണ് കിട്ടീന് എൻ്റെ മക്കൾക്ക് ഹാപ്പിയാണ്. ഞാൻ സബോള, പിന്നെ പച്ചമുളക്, വേപ്പിൻ്റെ ഇല എല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആക്കി. ഇപ്പം എനിക്ക് തീരെ വയ്യാണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ അപ്പോഴേ അസുര പോളതുകൊണ്ട് കേട്ടോ കേൾക്കുന്നത്. അപ്പോഴേ അപ്പൊ കാശ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അച്ഛൻ തരുന്ന കാശ് സുരുക്കൂട്ടി അച്ഛൻ ഭയങ്കരതില്ല. അച്ഛൻ എന്തുട്ടാ ചെയ്യാൻ പോടാമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്കിത്. അപ്പൊ ഞാനത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, എന്റെ സമ്പാദ്യം ഞാൻ എടുക്കാട്ടാ. അപ്പൊ ഇങ്ങനെ വെറുതെ കവറിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നേ. ആർക്കൊന്നും അറിയില്ല, എവിടെയെങ്കിലും ഇട്ടാലും അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പണ്ട് എല്ലാവർക്കും കാശ് കൊടുക്കുക എടുക്കലും ഇട്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതുണ്ടാവും, കാശ് കൊടുക്കലും ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊക്കെ ഇല്ല ഉണ്ടല്ലേ? ശ്രീകുട്ടൻ ഉണ്ട് കേട്ടോ, ഉണ്ണിമോള് ഉണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്. അപ്പൊ അതേ കടച്ചക്ക വറുത്തത്, പല്ല്, വേറെ വല്ല ഇഷ്ടമില്ലാത്ത സാധനം എടുക്കുക. അപ്പൊ ആള് പറഞ്ഞിട്ടോ എനിക്ക് അയ്യോ എനിക്ക് പല്ലേ കടിക്കാനൊന്നും പറ്റില്ല മമ്മ, അത് കാരണം എനിക്ക് വേണ്ടാന്ന്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ആ പാത്രം എടുക്കായിരുന്നു. പിന്നെ അങ്ങനെയുണ്ട്, സൂപ്പറാണ്. അപ്പൊ കാശും കുടിക്കലിട്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ ഓർമ്മയില്ലേ, അച്ഛൻ കാശ് കൊടുക്കാൻ കാശ് എടുത്തിട്ട് ഞാൻ കരഞ്ഞത് അച്ഛൻ. അപ്പൊ കാശ് കൊടുക്കല് അച്ഛൻ്റെ നിന്ന് കാശ് കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ കുറച്ച് കാശ്. അന്നൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെയാണ് കാശ് കൊടുക്കുക, നമ്മളുടെ ഒന്നും തരാറില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് 10 രൂപ 10 രൂപയൊന്നും ഉണ്ടാവില്ല, 5 രൂപ അല്ലെങ്കിൽ 3 രൂപ 2 രൂപയൊക്കെയാണോ. അല്ല അച്ഛൻ ഞാൻ ഇടും അച്ഛെടുക്കും, ഞാൻ ഇടും അച്ഛെടുക്കും, അവിടെ ഇല്ല കാശ്. അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടനോട് പറഞ്ഞേ, ചേട്ടൻ ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയില്ല, ചേട്ടാ അതിൽ കാശ് ഞാൻ ഇടുന്നത് ഒന്നും. അപ്പൊ വലിയേട്ടൻ അന്ന് ആലുവേല ഞങ്ങളുടെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ ഇന്നില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ വലിയേട്ടൻ. അല്ലോണ്ട് വലിയച്ഛനെ എപ്പോഴും എനിക്ക് ഭയങ്കര കാര്യമാണ്. എല്ലാവരും നല്ല ഇഷ്ടമാണ്. അനിയത്തിമാരെന്നുള്ള ഒരു നിലയിലല്ല കേട്ടോ ചേട്ടൻ കണ്ടിരുന്നത്, സ്വന്തം മക്കളുടെ പോലെ തന്നെ കണ്ടിരുന്ന ഒരാളാണ് വലിയേട്ടൻ. അപ്പൊ വലിയേട്ടൻ പറയാ അച്ഛൻ കണ്ടത് ചോദിച്ചിട്ട് അത് കിട്ടില്ലേ. വലിയേട്ടൻ പറഞ്ഞു. അപ്പൊ അമ്മേനെ കുറെ അച്ഛൻ അത് തിരിച്ച് അച്ഛന് വീടി മേടിക്കാനും അതിനൊക്കെ അച്ഛനെടുത്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ അച്ഛനും പറഞ്ഞു അത് അച്ഛൻ തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ടാവൂലേ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പൊ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഇനി അച്ഛനെ കാണാത്തോടത്ത് കൊണ്ടൊക്കെയാന്ന് പറഞ്ഞിട്ട് അന്ന് കാലഘട്ടത്തില് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ വീടുകളിലും അനിയത്തിമാർ ഇട്ട് വയ്ക്കും, ചേട്ടൻ എടുത്ത് കൊണ്ടുപോകും.
അല്ലെങ്കിൽ ചേട്ടന്മാരിട്ട് വയ്ക്കും, അനിയത്തിമാർക്കും അല്ല അനിയത്തിമാരങ്ങനെ ചെയ്യില്ലല്ലോ അധികവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ കുഞ്ഞേട്ടനൊക്കെ ആയാലും അങ്ങനെയാണ്, ഞാൻ ഇട്ട് വയ്ക്കും, കുഞ്ഞേട്ടൻ എടുത്തിട്ട് പോകും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അത് പൊളിക്കുമ്പോൾ ഭയങ്കര ഒരു അന്ന് കാശ് കൊടുക്കുക, അങ്ങനത്തെ മണ്ണ് കൊണ്ടുള്ള കാശ് കൊടുക്കുക, അതിങ്ങനെ പൊന്നിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തോണ്ടി 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 അത് കുട്ടിക്കൊന്നും ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കുന്നുണ്ടോ വേറെ, അതൊന്നും പറ്റില്ലല്ലോ. ഇതിലാണ് ഇട്ട് വയ്ക്കുന്നേ, ഇതും തറയുമ്പോൾ എടുത്തിട്ട് അങ്ങനെ തോണ്ടലാണ് പണി. പിന്നെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് തോണ്ടല്, അങ്ങനത്തെ ഒരു ഇതാ പിറ്റേ ദിവസം ഞാനൊക്കെ ഒരുപാട് തോണ്ടല് വന്നിട്ടില്ല, ഇടലും തോണ്ടല്ല, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ചാ അങ്ങനത്തെ ഒരു കാലം. അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഇല്ലായിരുന്നു കേട്ടാ. ഇപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് നമ്മള് അങ്ങനത്തെ ഒന്നല്ല. അപ്പൊ ഇതില് ഞാൻ ഇത് കാണിച്ചായിരുന്നു നിങ്ങളെ ഇതാക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതിലെന്റെ മക്കളും അതിന് വേണ്ടിയിട്ടാണ് കാലത്ത് ഇരിക്കുന്നത്. എന്നിട്ട് അമ്മ കാണിച്ചിരുന്നു വിചാരിച്ചിട്ട് കേട്ടാ. ഇത് ഞാൻ കൂട്ടി വെച്ച കാശുകളാണ്. ഇതിന്നൊക്കെ കുറേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ, കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ബാക്കി വന്നിട്ടുള്ള പൈസയാണിത്. ഇത് ശരിക്കും പറയണെങ്കിൽ അച്ഛൻ്റെ വേർപ്പ്, എൻ്റെ കഷ്ടപ്പാടുകൾ, പിന്നെ ഒരാളുടെയും കൂടി ഉണ്ട്. എൻ്റെ അമ്മനെ കാണില്ലേ, എൻ്റെ മോളുവിൻ്റെ ശ്രീയുടെ ഉറക്കൊഴിച്ച കുറേ പൈസകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ എൻ്റെ മോളുവിന് എപ്പോഴും സങ്കടം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മയും പഠിപ്പിച്ചുണ്ടാക്കി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഈ ചാനലിൽ എനിക്ക് തന്നതിൽ കൂടെ കുറച്ചീശ് പൈസയൊക്കെ ഇത് ഞാൻ സ്വരുക്കൂട്ടി കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മാസത്തെ 5-8 മാസത്തെ ഞാൻ കൂട്ടി വെച്ച പൈസയാണിത്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, കുറച്ചുണ്ടാവും. ഒക്കെ 500 ആണല്ലോ, അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ണിമോൾ എണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിമോൾക്കാണ് ഞാൻ എണ്ണാൻ കൊടുത്തു നോക്കുന്നത്, എത്ര ഉണ്ടെന്ന് എണ്ണിക്കോട്ടെ ഉണ്ണിമോളിന്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വരുന്ന കാശുകൾ ഇങ്ങനെ കൂട്ടി ഞാൻ ആഴ്ചയിൽ വെക്കുന്നതാണ്. ഈ ഓരോ കെട്ടുകളായിട്ട് വരാനുള്ള കാരണം ഒരാഴ്ചയിൽ അച്ഛൻ തരുന്നതും. പിന്നെ ഞാൻ പലവരും ചോദിച്ചിട്ടുണ്ട് ഭാഗ്യന്റെ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും തരുന്നു. ഭാഗ്യന്റെ കടയിൽ പോകുമ്പോൾ ഞാൻ നിസ്സാരമായിട്ടൊരു പൈസ എടുക്കാറുണ്ട് ദിവസവും. അതെന്റെ മോന് പോലും അറിയില്ല ഞാൻ എത്ര എടുക്കണമെന്ന് കേട്ടാ. എൻ്റെ മോനോടൊന്ന് ചോദിച്ചാൽ എൻ്റെ മോനൊന്നും മനസ്സിലാവില്ല. ഞാൻ ആ ക്യാഷിലെടുത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇത്ര പൈസ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിച്ചിട്ടാണ് പോലെ. ആര് പൈസ എടുത്താലും ഞങ്ങളുടെ കണക്കിൽ കയറ്റണം. കാരണം വെച്ചാൽ മോൻ പൈസ എടുത്താൽ വരെ 1000 രൂപ എടുത്തിട്ടുണ്ട് അപ്സോ എന്ന് പറഞ്ഞിട്ട് അപ്സുവിനോട് തന്നെ പറയാം. കാരണം അപ്സു ആണ് ആ കണക്കിന്റെ ആള്. വൈകുന്നേരം ആകുമ്പോഴ കണക്ക് ശരിയാക്കി കൊടുക്കേണ്ട ആൾ അപ്സു ആണ്. അപ്പൊ ആരെടുത്താലും എന്ന് പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ മോനോ ഒക്കെ എടുത്താലും ആളും എടുത്താലും ആ പൈസ അവിടെ പറഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതെനിക്ക് തരാറുണ്ട്. അതിൻ്റെ ആ ഭാഗവും ഒക്കെ കൂടി വരുമ്പോൾ ഞാൻ അത് എല്ലാം പേഴ്സിൽ വെച്ച് നടക്കില്ല. അത് ഞാനിങ്ങനെ ചുരുട്ടി മടക്കി ഇതുപോലെ ആക്കാനായിട്ട് അധികം പഠിപ്പിച്ചതിൻ്റെ ഭാഗ്യത്തിന് പലപ്പോഴും ഞാൻ കണ്ടിട്ട് ഇങ്ങനെ തീ പിരിച്ച് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഇതിലാക്കി വെക്കുന്നത്. ഭാഗ്യന് ഇങ്ങനത്തെ നല്ലൊരു സ്വഭാവമുള്ള ആളാട്ടാ. ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൊണ്ടയ്ക്കും. ഇതുപോലെ തന്നെ കുറെ കൊണ്ടയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അത് എടുക്കും, കുറെ കൊണ്ടയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ എടുക്കും. ഇതേ അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ട് അമ്മ ഇതിൻ്റെ ഉള്ളിൽ ഈ പെട്ടിയിൽ ഇത്ര കാശിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിൽ ഇത്ര കാശിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ എടുത്തുണ്ടാവും. പിന്നെ ഈ വണ്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ വരുമല്ലോ, അപ്പോൾ ഒക്കെ തിരി നീക്കി വെക്കുന്നതാണ് ആള്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം ആൾക്കുണ്ട്. അപ്പം ഇത് മോളുവിന് അപ്പോൾ എപ്പോഴും സങ്കട പഠിപ്പിച്ച്. സുജമോന് പിന്നെ പഠിപ്പിച്ചൊന്നുമില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മുള്ളിയ എന്ന് പറഞ്ഞ ആളെ അവസാനിപ്പിച്ചു. അതിനെ 17 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു വിട്ടു. അത് സിജുമോൻ എന്ത് പറയണോ അതാണ് ആളുടെ വേദവാക്യങ്ങളും അതാണ് കേൾക്കുള്ള ആള്. അതിൽ കൂടി ഇങ്ങനെ പോണ ആളാണ്. പിന്നെ നമുക്ക് ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അതിൻ്റെ ജീവിതവുമായി ഒതുങ്ങി കഴിഞ്ഞ് അതിങ്ങനെ പോകും. അപ്പോൾ അത് വലിയ നല്ല കാര്യമാണ്. ചിലരതല്ല, നമ്മൾ ആണുങ്ങളിൽ നിന്ന് എന്തെങ്കിലും സ്വരുക്കൂട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുണ്ടാക്കുന്ന പെണ്ണുങ്ങളും കുറേ ഉണ്ട്. എൻ്റെ സുജമോൻ അങ്ങനെയൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇതില്ല. രണ്ടാളും 2 വ്യത്യസ്തമായ ടൈപ്പിലുള്ള 2 സ്വഭാവക്കാരാണ്. അപ്പോൾ മോളുവിന് ഭയങ്കര സങ്കട എപ്പോഴും. ഇനി എൻ്റെ ഇതിൽ കൂടെ ഞാൻ പറയാം, എൻ്റെ മോളിന് സങ്കടമൊന്നും വേണ്ട. അച്ഛനമ്മയ്ക്ക് പൈസയുടെ ഒരു ആവശ്യങ്ങളും ഇപ്പോൾ കാര്യമായിട്ടില്ല. ഇനി തമ്പുരാൻ സഹായിച്ച് ഒരു അസുഖങ്ങളൊക്കെ ഇല്ലെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് മോള് ഒരുപാട് കുറച്ച് ഈസിയായാലും എനിക്ക് ഒരുപാട് ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഈ യൂട്യൂബിൽ കൂടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ മോളുടെ ഒരു കഴിവ് മാത്രമാണ് ഞാൻ ഇത്രയ്ക്ക് ഇങ്ങനെ വരാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ
ഇനി വേറൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ. ടാറ്റ പറയേട്ടാ. ടാറ്റാ.